ഒരു ഫാർമസിസ്റ്റ് ഡിസ്പെൻസ് ചെയ്യുന്ന മരുന്ന് ക്യാപ്സൂളോ ടാബ്ലറ്റോ ഡ്രോപ്സോ ഒക്കെ നിങ്ങൾ നോക്കുമ്പം ഒരു സ്ട്രിപ്പിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ വരുന്നു. ഇതെങ്ങനെ അവിടെ എത്തി? അത് മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ടാണ്. ആ മാനുഫാക്ചറിങ്ങിൻ്റെ ചുമതല പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ഫാർമസിസ്റ്റാണ്. വ്യാവസായികമായിട്ട് മരുന്നിൽ നമ്മളിപ്പോൾ വളരെ പിന്നോക്കമാണ് നിൽക്കുന്നത്. ഒരു പനി, ചുമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ആദ്യം ആശ്രയിക്കുന്നത് ഡോക്ടർമാരെ അല്ല, അവിടെ ഫാർമസിസ്റ്റുകളെയാണ്. ഫാർമസിസ്റ്റിനെ ആശ്രയിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം നമസ്കാരം. സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമാണ്. ഈ ആതുര സേവന രംഗത്ത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉള്ളതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഫാർമസിസ്റ്റുകൾക്ക്. ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ട്, ഈ ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത് മരുന്നെടുത്ത് കൊടുക്കുന്ന ആൾക്കാരല്ലേ എന്ന്. എന്നാൽ അങ്ങനെയല്ല, അവർക്കും വളരെ വലിയൊരു റോളുണ്ട് നമ്മുടെ ഈ ഒരു ആതുര സേവന രംഗത്ത്. ഇതേക്കുറിച്ച് നമ്മോടൊപ്പം സംസാരിക്കുവാനായി ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പണിക്കർ സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ സീനിയർ ഡ്രഗ്സ് ഇൻസ്പെക്ടറും എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് പ്രിൻസിപ്പളും കൂടാതെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഡയറക്ടറുമായിരുന്നു. സർ, നമസ്കാരം. സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമായി ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ്റെ ഒരു മീറ്റിംഗ് 1912 കൂടുകയുണ്ടായി. ആ കൂടിയത് സെപ്റ്റംബർ 25-നാണ്. അപ്പം അതിനുശേഷം പിന്നെ ഓരോ രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഫെഡറേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും 2009 ഇസ്താൻബൂളിൽ വെച്ച് സെപ്റ്റംബർ 25 കൂടിയ ഒരു മീറ്റിങ്ങിലാണ് ഈ സെപ്റ്റംബർ 25 എന്നുള്ള തുടങ്ങിയത്. അന്ന് കൂടി ആ ഫോം ചെയ്ത് ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ ഫോം ചെയ്ത ആ ദിനം സെപ്റ്റംബർ 25 ആയതുകൊണ്ട് അത് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. ഈ ഒരു ദിനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ഓരോ വർഷവും ആഘോഷിക്കുമ്പോഴും അതിന് ഓരോ പ്രത്യേക തീം കൊടുക്കാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ട്രസ്റ്റിംഗ് ദ ഫാർമസിസ്റ്റ് എസെൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം, ഇങ്ങനെ പല പല ആശയങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഈ വർഷത്തെ ആശയം എന്ന് പറയുന്നത് തിങ്ക് ഹെൽത്ത് തിങ്ക് ഫാർമസിസ്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തിങ്ക് ഫാർമസിസ്റ്റ് എന്ന് പറയും, തിങ്ക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്കിങ് എന്നുള്ള പ്രോസസ്സിനെ പറ്റി നമ്മൾ ആദ്യം പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, നമ്മുടെ ഫോമർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. കാരണം തിങ്കിങ് പ്രോസസ്സാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഐഡിയാസ് തരുന്നതും ഐഡിയാസ് നമ്മൾ വർക്കൗട്ട് ചെയ്തതും അത് ആക്ഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തവണ നമുക്കുള്ള ആശയം എന്ന് പറഞ്ഞാൽ തിങ്ക് ഹെൽത്ത്. വെനെവർ യു തിങ്ക് അബൌട്ട് ഹെൽത്ത് യു ഷുഡ് തിങ്ക് അബൌട്ട് ഫാർമസിസ്റ്റ്. അതാണ് ആശയം വരുന്നത്, മനസ്സിലായോ? അപ്പം എന്താണ് ആ ഒരു ആശയം കൊടുത്തതെന്ന് വെച്ചാൽ ഹെൽത്തിൽ ഒരു കിൻഡെസെൻഷ്യൽ റോളാണ് ഫാർമസിസ്റ്റിനുള്ളത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഫാർമസിസ്റ്റിനുമുണ്ട്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ ഈ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സാധാരണഗതിയിൽ WHO പോലും ഡിഫൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നൊരു സബ്ജക്റ്റാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ സാധാരണ ആരോഗ്യമുള്ള ആൾ എന്ന് പറയുമ്പോഴത്തേക്കും അസുഖമില്ലാത്ത ആളെന്നല്ല അർത്ഥം. അസുഖം എല്ലാവർക്കും വരും. പക്ഷേ ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളവരെയാണ് ഹെൽത്തി എന്ന് പറയുന്ന ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ 21-ാം ആർട്ടിക്കിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞത്. ആ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് വെറുതെ ഒരു ലൈഫല്ല, ദാറ്റ് ലൈഫ് ഷുഡ് ബി എ ഡീസൻറ്റ് വേ ഓഫ് ലൈഫ്. അപ്പോൾ അതിൽ 3 ഫാക്ടേഴ്സാണുള്ളത്. നമുക്കൊന്ന് ഫിസിക്കൽ ഹെൽത്ത്, 2 മെൻ്റൽ ഹെൽത്ത്, 3 സോഷ്യൽ ഹെൽത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെൽത്ത് എന്നും വേണേൽ പറയാം. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് നമുക്കറിയാം, നമ്മുടെ ദിനചര്യയും ആഹാരക്രമവും എക്സർസൈസും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എക്സർസൈസ് ചെയ്യുന്ന ആളാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ദിവസം എക്സർസൈസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് എൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഉള്ള ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അപ്പം മറ്റുള്ളത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാനസിക ഉല്ലാസം, സന്തോഷം. ഇപ്പം മാനസികമായിട്ട് ഉല്ലാസമില്ലാത്ത ഒരാളിന് തീർച്ചയായിട്ടും ഒരു ഡിപ്രഷൻ ഉണ്ടാകും. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അപ്പം ആരോഗ്യം കുറയും. ഈ സൂചിപ്പിച്ചതുപോലെ ഈ ഫാർമസിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മരുന്ന് നൽകുന്ന ഒരാളായിട്ടാണ് എപ്പോഴും ഈ ഫാർമസിസ്റ്റുകളെ കാണുന്നത്. പക്ഷേ അതിലുപരി അവർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പ്രവർത്തന ശൈലി, പ്രവർത്തന മേഖല മറ്റെന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും ആശുപത്രികളിലും എല്ലാം വഴി മരുന്ന് വാങ്ങിക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കുന്നത് ഫാർമസിസ്റ്റാണ്, സത്യമാണ്.
അതായത് ഇന്ത്യയുടെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ ഒന്നും ഒരു വ്യവസ്ഥിതിയില്ലായിരുന്നു. മരുന്ന് കൊടുക്കാൻ വേണ്ടി മാത്രം ഉള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായിട്ടുള്ള DPharm എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിനുശേഷം താമസിയാതെ തന്നെ ബാച്ചലർ ഓഫ് ഫാർമസി കോഴ്സും തുടങ്ങി. ചോദ്യത്തിൽ പറയുന്ന പോലെ ഈ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഘടകം ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മരുന്നെടുത്ത് കൊടുക്കുന്നു. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മരുന്ന്, ആ പ്രിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് തെറ്റുകൂടാതെ രോഗികൾക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നു. അവരെ അത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഡോസേജ് അതിൻ്റെ ടൈമിംഗ് പറഞ്ഞു കൊടുക്കുന്നു. കൗൺസിൽ ചെയ്യുന്നു. അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സുകളുണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് എന്നുള്ള ഘടകങ്ങളെല്ലാം ഫാർമസിസ്റ്റ് കൗൺസിൽ ചെയ്യുന്നുണ്ട്. ഇത് വളരെ കറക്റ്റാണ് ചോദ്യം ചോദിച്ചത്. പക്ഷേ യു ആസ്ക് മീ വാട്ട് ഈസ് ബിയോണ്ട് ഡിസ്പെൻസേഷൻ ഓഫ് ഡ്രഗ്സ്, അത് ആണ് ഞാൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഫാർമസി ഗ്രാജുവേറ്റ്സ്, ഫാർമസി പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, ഫാർമസി ഫാം ഡി, ഈ 3 കോഴ്സുകൾ നമുക്ക് ഇപ്പം ഇന്ത്യയിലുണ്ട്. ഡിപ്ലോമ ഫാർമസി ഞാൻ പറഞ്ഞു ഓൾറെഡി ഉണ്ട്. അത് കഴിഞ്ഞ് 1931 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് BPharm കോഴ്സ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ പിലാനി, സാഗർ, അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോഴ്സുകളൊക്കെ തുടങ്ങി. ഇന്ന് നമുക്ക് ഏതാണ്ട് മോർ ദാൻ 3000-4000 കോളേജസ് തന്നെ ഇന്ത്യയിലുണ്ട്. അപ്പം ഫാർമസിസ്റ്റിന് എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തോളം ഫാർമസിസ്റ്റ് ഒരു വർഷം പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കൊടുക്കുന്ന മരുന്ന്, ആ മരുന്ന് എടുത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ മരുന്ന് എങ്ങനെ അവിടെ എത്തി? ഒരു ഫാർമസിസ്റ്റ് ഡിസ്പെൻസ് ചെയ്യുന്ന മരുന്ന് ക്യാപ്സൂളോ ടാബ്ലറ്റോ ഡ്രോപ്സോ ഒക്കെ നിങ്ങൾ നോക്കുമ്പം ഒരു സ്ട്രിപ്പിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ വരുന്നു. ഇതെങ്ങനെ അവിടെ എത്തി? അത് മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ടാണ്. ആ മാനുഫാക്ചറിങ്ങിൻ്റെ ചുമതല പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ഫാർമസിസ്റ്റാണ്. ഈ പറഞ്ഞതുപോലെ പലർക്കും ഇതറിയില്ല, പലർക്കും അറിയത്തില്ല. അവരറിഞ്ഞ്, കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതേ ഉള്ളൂ ഈ ഫാർമസിസ്റ്റ് ആകെ കാണുന്നത് ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പുറകിലായിട്ട് അവർ ചെയ്യുന്ന മരുന്നിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ചെറിയ നിസ്സാര കാര്യമല്ല. കാരണം നമുക്ക് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിനെ ഒരു കൺവെർട്ട് ചെയ്ത് ഒരു ഫോർമുലേഷനാക്കി അതിൻ്റെ കൂടെ മറ്റ് അഡ്ജുവൻസ് ഒക്കെ ചേർത്ത് ഒരു ക്യാപ്സൂളോ ടാബ്ലറ്റോ സിറപ്പോ ഇഞ്ചക്ഷനോ ഫോമിലാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മരുന്ന് നിർമ്മാണം എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ഫാർമസിസ്റ്റാണ്. അപ്പം ഫാർമസിസ്റ്റിൻ്റെ ഒരു ജോലി അതായി. 2, ഈ മരുന്ന് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണം. അതായത് മരുന്നിൻ്റെ ഗവേഷണം. മരുന്ന് നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ മരുന്നാണോ ഇല്ലയോ എന്നറിയണമല്ലോ. അല്ലെങ്കിൽ ഈ മരുന്നിന് എന്തെല്ലാം ഗുണമാണെന്ന് അറിയണം. ഫാർമക്കോളജി, അതിൻ്റെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ആക്ഷനാണുള്ളത്, അതിന് എന്തുമാത്രം അളവിലാണ് അത് കൊടുക്കേണ്ടതെന്നുള്ളതെല്ലാം റിസർച്ച് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ക്ലിനിക്കൽ ഫാർമക്കോളജി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, റിസർച്ച് മാത്രമല്ല, മരുന്നിന് കൊടുത്തതിന് ശേഷമുള്ള കാര്യമുണ്ട്. എങ്കിലും നമ്മൾ ഒരു ഗവേഷണം വഴി ആണ് ഈ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. മരുന്നിൻ്റെ ഉത്ഭവം, അതിൽ മരുന്ന് നമ്മളിപ്പം മിക്കവാറും എല്ലാം ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഹാർട്ടിന് ഉപയോഗിക്കുന്ന മരുന്ന് ഡിജിറ്റോക്സിൻ എന്നുള്ള ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ സിന്തറ്റിക് ഡ്രഗ്സാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇപ്പം പ്ലാന്റ് സോഴ്സസ് വളരെ കുറവാണ്. അപ്പോൾ ആ സോഴ്സിൽ നിന്ന് മരുന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഇന്നോവേറ്റ് ചെയ്ത് അതിനകത്ത് ഒരു പ്രവർത്തന ശേഷിയുള്ള ഒരു കമ്പോണൻ്റ് അതിനകത്തുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ജോലിയും ഫാർമസിസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഗവേഷണം, പിന്നെ നിർമ്മാണം. ഇനി നിർമ്മാണം മാത്രം ചെയ്താൽ പോരാ, ഈ മരുന്ന് നമ്മൾ പരിശോധിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ പത്രത്തിലൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട്, ഡ്രഗ്സ് കൺട്രോളർ ഇന്ന മരുന്നുകൾ ഗുണനിലവാരം കുറവായതിനാൽ നിരോധിച്ചിരിക്കുന്നു എന്ന് കാണാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് നിർമ്മാണത്തോടൊപ്പം തന്നെ അതേ ഫാക്ടറിയിൽ തന്നെ ആ മരുന്ന് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാണെങ്കിൽ മാത്രമേ അത് വെളിയിലേക്ക് വിടാൻ പറ്റത്തുള്ളൂ. ആൾക്കാർക്ക് വേറെയും ഒരു ധാരണയുണ്ട്. കാരണം ഈ വരുന്ന മരുന്നുകളെല്ലാം ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കണം, അത് ശരിയല്ല. അത് ഇൻഹ്യൂമനാണ്, അത് ഇമ്പോസിബിളാണ്. അത് ഉദ്ദേശിക്കുന്നില്ല. നിയമം ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് വെളിയിൽ വിടാവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്ന ജോലിയും ഫാർമസിസ്റ്റാണ് ചെയ്യുന്നത്. അനലിസ്റ്റ് എന്നാണ് പറയുന്നത്.
മറ്റത് മാനുഫാക്ചറിങ് കെമിസ്റ്റ് എന്നോ സൂപ്രണ്ടെന്നോ എന്തെങ്കിലും പേര് നമുക്ക് ആ ഡെസിഗ്നേഷൻ കൊടുക്കാം. പക്ഷേ അനാലിസിസ് ചെയ്യുന്ന ആളിന് അനലിസ്റ്റ് എന്ന് പറയും. ആ ജോലിയും ചെയ്യുന്നത് ആരാണ്? ഫാർമസിസ്റ്റാണ് ചെയ്യുന്നത്. ഇനി ഈ അനാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് നമ്മൾ പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയാണ്, വിപണിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പല പല ഡോസേജ് ഫോംസിൽ വെളിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ചിലപ്പം പരാതികൾ വരാം നമുക്ക്. ഇന്ന മരുന്ന് ഉപയോഗിച്ചിട്ട് ഇതിന് ഇഫക്റ്റ് കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ ഒരു ഡോക്ടർ വേണേൽ കംപ്ലയിൻറ്റ് ചെയ്യാം, ഒരു പേഷ്യൻ്റ് വേണേൽ കംപ്ലയിൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഞാനൊരു ക്യാപ്സൂൾ പൊട്ടിച്ചപ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോയി. അപ്പം അതൊന്നും ഗുണനിലവാരം ഇല്ലാത്ത ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പരിശോധിക്കാനായിട്ട് ആ പർട്ടിക്കുലർ ബാച്ചസ്, ഇപ്പോൾ ഏത് ബാച്ചിനാണോ ഈ പ്രശ്നം കണ്ടത് അത് പരിശോധിക്കുക എന്നുള്ളത് നമ്മുടെ ഔഷധ ഗുണ നിയന്ത്രണ വകുപ്പ്, അതായത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസേഴ്സിൻ്റെ, ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിൻ്റെ ജോലിയാണ്. ഈ പറഞ്ഞതുപോലെ മരുന്നുകളുടെ നിർമ്മാണം പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട് എത്രത്തോളം സ്വയം പര്യാപ്തമാണ് ഈ മരുന്ന് നിർമ്മാണത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ? ഇപ്പം നമ്മുടെ നാടെന്ന് പറയുമ്പം ഒന്നുകൊണ്ട് ഇന്ത്യയുണ്ട്, കേരളമുണ്ട്. രണ്ടും നമ്മുടെ നാട് തന്നെയാണ്. അതിനകത്ത് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ആദ്യം ഹെൽത്തിൻ്റെ ബഡ്ജറ്റ് വന്നതിനകത്ത് അതായത് 24 കോടി രൂപയുടെ മരുന്നാണ് ആദ്യം ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് മേളിൽ ലക്ഷക്കണക്കിന് കോടിയുടെ മരുന്നുകളാണ് ഇന്ത്യക്ക് ആവശ്യമുള്ളത്. ഇപ്പം കേരളത്തിൽ തന്നെ പറഞ്ഞാൽ 15,000 കോടി രൂപയുടെ മരുന്നാണ് ഒരു വർഷം വിറ്റഴിക്കുന്നത് കേരളത്തിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നിർമ്മാണം വെറും 1000 കോടി മാത്രമാണ്. അപ്പോൾ 14,000 കോടി രൂപയുടെ മരുന്ന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ടർ എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് കൊടുക്കാം, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമ്മൾ മരുന്നിനെ സംബന്ധിച്ചും ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ മരുന്നിനെ ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റാണ്. മറ്റ് സ്റ്റേറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൽ മരുന്ന് വ്യവസായം തുടങ്ങിയത് 1916 കേരളത്തിൽ നവരത്ന ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ആദ്യം തുടങ്ങിയത്. ഡോക്ടർ SB റാവു സാർ എന്ന് പറഞ്ഞ ആൾ, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ഫാക്ടറികൾ, ചെറിയ ചെറിയ രീതിയിലുള്ള ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുമ്പം ഒരു 120ഓളം കമ്പനികൾ ഉണ്ടായിരുന്നു, ഫാക്ടറികൾ, ചെറിയ ചെറിയ രീതിയിലുള്ള. ഇന്നിപ്പോൾ അത് 70 ഉള്ളൂ. പക്ഷേ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് കേരള ഗവൺമെൻറ്റിന് വേണ്ടി മരുന്ന് വാങ്ങിക്കുന്നത്. 350 കോടി രൂപയുടെ മരുന്ന് അവർ വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 120 കോടി രൂപയുടെ മരുന്ന് KSDP എന്ന് വാങ്ങിക്കുന്നുണ്ട്. KSDP എന്ന് പറഞ്ഞാൽ ഈ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അത് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫാക്ടറി ഇപ്പോൾ ഉള്ളത്. ബാക്കി ഫാക്ടറികളൊക്കെ ലൈസൻസ് ഉണ്ട്, അത് ഒരുമാതിരി ഒരു ചെറിയ രീതിയിലൊക്കെ അവർ നടത്തിക്കൊണ്ട് പോകുന്നു. വളരെ വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്ന 5-6 യൂണിറ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വ്യാവസായികമായിട്ട് മരുന്നിൽ നമ്മളിപ്പോൾ വളരെ പിന്നോക്കമാണ് നിൽക്കുന്നത്. ഈ മരുന്നിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്മൾ പിന്നിലാണെങ്കിലും നമ്മൾ ഉപയോഗത്തിൽ ഭയങ്കര മുന്നിലാണ് കേരളം എന്ന് പറയുന്നത്. എക്സാക്ട്ലി അതാണ് ഞാൻ പറഞ്ഞത്. 15,000 നമുക്ക് മനുഷ്യർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പം പെട്ടെന്നൊരു പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ആളുകൾ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടുന്നു, അപ്പോൾ തന്നെ പാരസെറ്റമോൾ വാങ്ങുന്നു. ഒരു ചൂട് വന്നാൽ തന്നെ പാരസെറ്റമോൾ. അത് ഇപ്പോൾ ഒരു പാരസെറ്റമോൾ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്നത് തെറ്റല്ല. പനി പെട്ടെന്ന് വന്നു, നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാരാസെറ്റമോൾ ഉണ്ടെങ്കിൽ എടുത്ത്, അതിനുള്ള നോളജ് ഉണ്ടെങ്കിൽ, ഞാൻ ഒരു ഫാർമസിസ്റ്റായിട്ട് ഞാൻ പറയുന്നത്, ഡോക്ടർക്ക് പോയി പരിശോധിച്ചതിന് ശേഷം, പനി പല റീസൺസ് കൊണ്ട് വരാം. ഫീവർ എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ കാരണങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ടേ കഴിക്കാവുന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ ആളുകൾ എപ്പോഴും ഒരു പനി, ചുമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ആദ്യം ആശ്രയിക്കുന്നത് ഡോക്ടർമാരെ അല്ല, ഫാർമസിസ്റ്റുകളെയാണ്. ഫാർമസിസ്റ്റിനെ ആശ്രയിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞ ഫാർമസിസ്റ്റിന് മരുന്നിനെക്കുറിച്ചുള്ള നല്ല അറിവുള്ള ആളാണ്. അദ്ദേഹമാണ് ഇവർക്ക് മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഫാർമസിസ്റ്റിനോടൊരു പാരാസെറ്റമോൾ ടാബ്ലറ്റ് ചോദിച്ച് വാങ്ങിക്കുന്നത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഫാർമസിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല.
പക്ഷേ ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ കോവിഡ് പീരീഡിൽ മൈനർ എയിൽമെൻറ്റ്സിന്, അതായത് ഇപ്പം ഛർദി, വയറ്റിളക്കം, ഫീവർ, ഇതുപോലെ ഇപ്പോൾ ചോദിച്ച കണക്കുള്ള അസുഖങ്ങൾ, ഇതിനൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പ്രപ്പോസൽ ഞാൻ തന്നെ എഴുതി, ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതി നമ്മുടെ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 2 വർഷം മുമ്പ് കൊടുത്തതാണ് ആ പ്രപ്പോസൽ. നമ്മുടെ ഫാർമസിസ്റ്റുകളെയും അങ്ങനെ എംപവർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിന് ആ പവർ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശമല്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ ഹോസ്പിറ്റൽസ് റഷ് കുറയ്ക്കുക. ഇപ്പം ചെറിയ പനി, ഇപ്പം ചോദിച്ച കണക്ക് ചെറിയ അസുഖം വന്നാലും ഉടനെ പോയി മരുന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ ചെറിയ അസുഖം വന്നാലും ഉടനെ ഹോസ്പിറ്റലിലോട്ടും പോകും. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഡോക്ടറുടെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഈ ഫാർമസിസ്റ്റിന് ഈ പവർ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. അത് നിയമപരമായി എല്ലാം നോക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കേരള ഗവൺമെൻറ് നല്ലൊരു കാര്യം അടുത്ത കാലത്ത് ചെയ്യുകയുണ്ടായി. അത് വേറൊന്നുമല്ല, ആൻറ്റിബയോട്ടിക് പോളിസി. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ആൻറ്റിബയോട്ടിക് പോളിസിയുടെ ഭാഗമായിട്ട് ഒരു ആൻറ്റിബയോട്ടിക്സും ഫാർമസികളിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പം ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം സെയിൽസ് ആൻറ്റിബയോട്ടിക്സിൻ്റെ കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട് വന്നത്. കാരണം ആൾക്കാർ വെറുതെ പോയി ആൻറ്റിബയോട്ടിക്സ് വാങ്ങിക്കുക, കഴിക്കുക. അത് ഞാൻ 6-7 വർഷം ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്ത ആളും കൂടിയാണ്. അപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഫാർമസികളിൽ കൂടി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കുന്നത് ശരിയല്ല. ഇപ്പം ഏതായാലും കേരളത്തിൽ അതില്ല. അതൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് മരുന്നിൻ്റെ മിതപരമായ ഉപയോഗം. ഇപ്പോൾ പലരും മരുന്ന് കഴിച്ചതിന് ശേഷം അസുഖം ഭേദമായില്ലെങ്കിൽ വീണ്ടും അത് ഡോക്ടറോട് ചോദിക്കാതെ വീണ്ടും വാങ്ങിച്ച് കഴിക്കുന്നു. ചിലർ ഡോക്ടർ എടുക്കലേ പോകത്തില്ല, പണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ മരുന്ന്, അതുകൊണ്ട് ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു. ഇതൊന്നും ശരിയായ നടപടികളല്ല. അതുകൊണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് കോസ്റ്റ് നോക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, അത് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഫാർമസിസ്റ്റിന് എന്തെങ്കിലും ഗവൺമെൻറ് അതിനുള്ള പവർ കൊടുക്കുകയാണെങ്കിൽ കുറേ ജോലികൾ അവർക്ക് കൂടി അതുകൂടി ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ എന്നോട് ജോലി എന്തൊക്കെയാണെന്ന് ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, നമുക്ക് ഫാം ഡി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അതായത് 6 വർഷത്തെ കോഴ്സാണ്. അത് ഡയറക്റ്റായിട്ട് ഫാർമസിയിലുള്ള എല്ലാ വിഭാഗം ബിഫാമിലുള്ളതും പോലെ തന്നെ അതിൽ കൂടുതലായിട്ട് അതിനകത്തൊരു ക്ലിനിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബേസിലാണ് ആ കോഴ്സ് നടത്തുന്നത്. അപ്പം ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പേഷ്യൻസിനെ കാണുമ്പോൾ അതിനോടൊപ്പം ഈ ഫാർമസിസ്റ്റും ഡോക്ടറുടെ കൂടെ തന്നെ മൂവ് ചെയ്ത് ആ ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസിൽ എന്തെങ്കിലും അനോമലീസ് ഉണ്ടോയെന്നോ, അതിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടോയെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 മരുന്നുകൾ തമ്മിൽ ചേരായികയുണ്ടോ, ഇങ്ങനെയുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഉണ്ടോയെന്നൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. അമേരിക്കയിലേക്ക് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ തസ്തികയിൽ ഒരുപാട് പേര് ഫാർമസിയിൽ ഫാം ഡി കഴിഞ്ഞവർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലും ഇപ്പം ഫാം ഡി പല ഫാർമസി കോളേജിലുമുണ്ട്. ഫാം ഡി പാസ്സായവർ ഇപ്പോൾ പല ഹോസ്പിറ്റൽസിലും ഇതുപോലെ ഡോക്ടർമാരെ സഹായിക്കാനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായി 1-2 ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാരോട് ഇത് വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് ചോദിക്കുകയുണ്ടായി. അവർ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അവർ ഞങ്ങളുടെ ജോലി ഒരുപാട് എളുപ്പമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജോലി നമ്മൾ ഫാർമസിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഫാർമസിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡോക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ മരുന്നുകളെ പറ്റിയും അറിയാം, അവർ അതുപോലെയാണ് പഠിക്കുന്നത്, അത്രയേറെ കാര്യങ്ങളും പഠിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ ഫാർമസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവരൊരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ആൾ അത്രയേ ഉള്ളൂ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഫാർമസിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിന് തുല്യമാണ് അവിടുത്തെ ആളുകൾ ഒരു ഫാർമസിസ്റ്റിനെ കാണുന്നത്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് വേണ്ടത്ര ഒരു പ്രചാരം അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പവർ കിട്ടിയിട്ടില്ല? ഞാൻ അതിനോട് ഭാഗികമായിട്ട് യോജിക്കുന്നുമില്ല. കാരണം ഒരു ഫാർമസിസ്റ്റിനെ ഒരിക്കലും ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റിൽ കാണാൻ ഇപ്പോൾ ഞാനൊരു ഫാർമസിസ്റ്റ്, എനിക്ക് പറയാം ഞാൻ ഡോക്ടറാണ്, അങ്ങനെ പറയുന്നത് ശരിയല്ല. ഫാർമസിസ്റ്റിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത്.
അത് ഡോക്ടറുടെ ജോലിയാണ് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടുപേരുടെയും കൂടി ജോലി സമന്വയം ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഹെൽത്ത് സിസ്റ്റം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് 6 കൊല്ലം വർക്ക് ചെയ്തത് ദുബായിലാണ് വർക്ക് ചെയ്തത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലൊരു മിനിസ്ട്രി ഓഫ് ഹെൽത്തിലൊരു ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്തത്. അവിടെ എല്ലാ ഫാർമസിസ്റ്റിനെയും വിളിക്കുന്നത് ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഡിപ്ലോമ ഉള്ളവരെ പോലും അവിടെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ദക്തൂർ എന്നാണ് അവർ അറബിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ അത് ഒരു സാധാരണ സംഭവം പോലെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ആരും വന്നിട്ട് ഫാർമസിസ്റ്റിന് സെയ്ദലി എന്ന് പറഞ്ഞ പേരുണ്ടെങ്കിൽ പോലും ദക്തൂർ സെയ്ദലി എന്ന് പറയുന്നത് ഫാർമസിയിലെ ഡോക്ടർ എന്നാണ് അവർ പറയുന്നത്. അതായത് ഡോക്ടർ എന്നല്ല വിളിക്കുന്നത്, ഫാർമസിക്കകത്തുള്ള ഡോക്ടർ. അപ്പം നേഴ്സിനെ ആണെങ്കിലും ഒമരീത് നേഴ്സാണ്, അവർ ഡോക്ടർ ഇൻ ദി നേഴ്സിംഗ് സൈഡ്. പിന്നെ ഡോക്ടർ എന്ന് തന്നെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇമ്പ്രഷനിൽ പോകുന്നത് ശരിയല്ല. കാരണം ഫാർമസിസ്റ്റിനെ നമ്മൾ ഡോക്ടറായിട്ട് കാണാൻ പറ്റത്തില്ല. ഫാർമസിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യണം. അവർ ഈ പറഞ്ഞ കണക്ക് ഫാം ഡി വാസകരെ നമുക്ക് ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. അവരുടെ ഡിഗ്രിയിൽ തന്നെ ഡോക്ടർ എഴുതിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും. അവർക്ക് പറഞ്ഞ കണക്ക് ഈ കുറച്ചുകൂടി കൂടുതലൊരു ക്ലിനിക്കൽ ഓറിയൻറ്റേഷൻ ഉള്ളതുകൊണ്ട് മേ ബി അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം ദേ ക്യാൻ ആക്ട് ആസ് ഒരു എന്താ പറയേണ്ട ഒരു മിനി ഡോക്ടർ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മൈനർ എയിൽമെൻറ്റ്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്താൽ ചെയ്യാൻ പറ്റും. അവസാനമായൊരു ചോദ്യം കൂടി, ഈ ഫാർമസിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഫാർമസിസ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫാർമസിസ്റ്റ് ഡേ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫാർമസി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ളവരെ അംഗീകരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതായത് ഏതെങ്കിലും ടീച്ചർ ഒരു വിഭാഗം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോഴ്സുകളെല്ലാം നടക്കുമ്പം അവിടെ ആ കോഴ്സുകളിൽ പഠിപ്പിക്കുന്നവരും ഫാർമസിസ്റ്റാണ്. അതൊരു നല്ല ശതമാനമുണ്ട് ഇപ്പോൾ. കാരണം എല്ലാ കോളേജുകളിലും 60 സീറ്റ് വീതം ബി.ഫാം, എം.ഫാമിന് ഒരു ഡിസിപ്ലിനിൽ മിനിമം 2 അല്ലെങ്കിൽ മാക്സിമം 15 സീറ്റ് വരെയൊക്കെ എം.ഫാമിനുണ്ട്. ഫാം ഡിക്ക് മിനിമം 10 സീറ്റ് മുതൽ 30 സീറ്റ് വരെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ആവശ്യമായ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ള ജോലിയും ഫാർമസിസ്റ്റാണ് ചെയ്യുന്നത്. പിന്നെ ചോദിച്ച ചോദ്യം നിയമങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ദർ ഇസ് നോ ഡെത്ത് ഫോർ ലോസ് ഇൻ ദിസ് കൺട്രി. അപ്പം മരുന്നുകളെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായിട്ട് വന്ന നിയമം എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റാണ്. 1940 പ്രീ ഇൻഡിപെൻഡൻറ്റ് ആക്റ്റാണ്. അത് ഇപ്പം അടുത്ത കാലത്ത് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. എങ്കിലും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 ഇതും രണ്ടുമാണ് ഒരു ആധാരമായിട്ടുള്ള മെയിൻ നിയമ സംഹിത. അപ്പോൾ ഇതിനകത്ത് നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നിൻ്റെ നിർമ്മാണം, മരുന്നിൻ്റെ പരിശോധന, മരുന്നിൻ്റെ സെയിൽസ്, അത് അലോപ്പതി മാത്രമല്ല, ആയുർവേദവും ഹോമിയോയും എല്ലാ മരുന്നുകളും ഇത് ചെയ്യുന്ന ഈ നിയമത്തിൽ കൂടിയാണ്. പിന്നെ ഫാർമസി ആക്ട് 1948 അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മെയിനായിട്ട് വിദ്യാഭ്യാസം കൺട്രോൾ ചെയ്യുന്നത്. വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ ഡ്യൂട്ടി, അവരുടെ കർമ്മങ്ങൾ എന്താണ്, ധർമ്മങ്ങൾ എന്താണ്, അതെല്ലാം നിഷ്കർഷിച്ചിരിക്കുന്നത് ഫാർമസി ആക്റ്റിലുണ്ട്. ഇത് കൂടാതെ വേറെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഘടകം നമ്മുടെ ഈ മെഡിക്കൽ ഡിവൈസസാണ്. അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മെഡിക്കൽ ഡിവൈസസ് ഇപ്പോൾ നമുക്ക് ഒരുപാട്, പണ്ട് 4 മെഡിക്കൽ ഐറ്റംസ് മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 100-ൽ പരം മെഡിക്കൽ ഡിവൈസസ് ഉണ്ട്. മെഡിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് വരുന്നത്, അതായത് ഇപ്പോൾ സിറിഞ്ച്, നീഡിൽ, ഹൈഡ്രോസെഫാലിഷൻ്റ്, ഹാർട്ട് വാൽവ്, ഇതെല്ലാം മെഡിക്കൽ ഡിവൈസസാണ്. അപ്പോൾ അങ്ങനെ മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുന്നതും നിയമങ്ങളിൽ കൂടിയാണ് ഇപ്പം നടന്നു വരുന്നത്. ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല എന്ന് ഇപ്പോൾ ഈ പറഞ്ഞതിലൂടെ നമുക്ക് എന്തായാലും വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും വളരെയധികം നന്ദി സാർ, ഇത്രയും നേരം നമുക്കൊപ്പം ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് വേണ്ടി പറഞ്ഞു തന്നതിന്, അത്രയും അറിവ് പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ജനങ്ങളിത് കേൾക്കട്ടെ, അവർ ഫാർമസിസ്റ്റിനെ കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അമൃത TV.